ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദേ ഇപ്പോൾ റെഡി ആയിട്ട് താഴേക്കാട് പള്ളിയിൽ പോവാണ്. അവിടെ പെരുന്നാളായിരുന്നു, മുത്തപ്പൻ്റെ പെരുന്നാൾ എന്നാണ് പറയുക. അപ്പോൾ ദേ നമ്മൾ വീട്ടിൽ നിന്ന് നേർച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ നേർച്ചയൊക്കെ കൊടുത്തു. അപ്പോൾ അവർ നമുക്ക് നേർച്ച തന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയകത്ത് കയറി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പള്ളിയുടെ അകം ഇതാണ് താഴേക്കാട് പള്ളി. അപ്പോൾ നമ്മൾ പള്ളിയകത്ത് കയറി പ്രാർത്ഥിച്ചു. നമ്മുടെ മുത്തപ്പൻ്റെ തിരുശേഷിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. അതിനുശേഷം നമ്മൾ അമ്പെടുത്ത് വെക്കാനായിട്ട് പോയി. അമ്പൊക്കെ എടുത്ത് വെച്ചു. അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് ഒരു ഗ്രോട്ട ഉണ്ട്. അപ്പോൾ നമ്മളും ഗ്രോട്ടോയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. ഗ്രോട്ടോയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് പോയി. അവിടെയും ഒരു പുണ്യാള രൂപമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് താഴേക്കാട് പള്ളിയുടെ ഫ്രണ്ട് സൈഡ്. അത് കഴിഞ്ഞ് ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് ഒരു കുരിശുണ്ട്. AD 800 സ്ഥാപിതമായിട്ടുള്ളൊരു കുരിശാണ്. ഭയങ്കര ചരിത്രപരമായിട്ടുള്ളൊരു കുരിശാണ്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് നമ്മുടെ പെരുന്നാളിൻ്റെ ഒരു വൈബ്, എന്താണ് പെട്ടിക്കടകൾ. അപ്പോൾ അവിടെ കടകളിലൊക്കെ കയറി ചുമ്മാ കാര്യങ്ങളൊക്കെ കണ്ട് ചെറിയ പൊട്ടാസും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഈ ഒരു ബോള്, ഇതെനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതും ജസ്റ്റ് മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളവിടുത്തെ പൊരിക്കടകളൊക്കെ കണ്ടു. അപ്പോൾ അവിടുന്ന് ഒരു പോപ്കോണൊക്കെ നമ്മൾ മേടിച്ചു. അങ്ങനെ പോപ്കോണൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടക്കുന്ന വഴിക്കാണ് ഇത് കണ്ടത്. അവിടുത്തെ അത്ഭുത കിണർ. താഴേക്കാട് പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഇത് അവിടുത്തെ ഒരു അത്ഭുത കിണറാണ്. അവിടുന്ന് വെള്ളം കോരി കുടിക്കാനും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. ചരിത്രപരമായിട്ടുള്ളൊരു കിണറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ വേറൊരു കാര്യം കണ്ടായിരുന്നു, ഇതുപോലെ ഇങ്ങനെ എഴുതി വെച്ചേക്കണത്. ഇതെന്താണെന്ന് പറഞ്ഞു തരാനായിട്ട് എനിക്ക് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ വായിച്ചപ്പോൾ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറയാത്തത്. പിന്നെ ഇത് തുലാഭാരം നടത്താനുള്ള കാര്യം. പിന്നെ ഇത് അവിടുത്തെ മണിമാളികയാണ് പള്ളിയിലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.